ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ VN ഉപയോഗിച്ചുകൊണ്ട് പ്രിവ്യൂവിൽ കണ്ട പോലെ നല്ല അടിപൊളി ഒരു കട്ട് ഔട്ട് ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ VN ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് പ്രൊജക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ട്രാൻസിഷൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഈ പുള്ളിയാണ് സബ്ജക്റ്റായിട്ട് എടുക്കുന്നത്. എല്ലാ വീഡിയോയിലും ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ഇങ്ങനെ നോക്കുന്നതും, രണ്ടാമത്തെ ഇങ്ങനെ നടന്നു പോകുന്നതും, മൂന്നാമത്തെ അതുപോലെ നടന്നു പോകുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് മാത്രം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ, രണ്ടാമത്തെ വീഡിയോ ഒരു പുള്ളി ഇങ്ങനെ നടന്നു വന്ന് നോക്കുന്നതാണ്. അപ്പം രണ്ടാമത്തെ വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിം നമ്മൾ കൊണ്ടുവന്ന് വെച്ച ശേഷം താഴെ ഒരു ഓപ്ഷൻ കാണും ഫ്രീസ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഫ്രെയിം നിങ്ങൾക്ക് ഒരു ഇമേജ് ആയിട്ട് ആ ടൈം ലൈനിൽ വന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് ഫിൽ സ്ക്രീന് അവിടെ ഒരു ഓപ്ഷനുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അത് സൂം ചെയ്യുക. അപ്പോൾ ആ ഫ്രീസായി നിൽക്കുന്ന ആ ഒരു ഫ്രെയിം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി ആ ഫ്രീസ് ചെയ്ത ഫ്രെയിം നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ വീഡിയോയും നമ്മൾ ഫ്രെയിം ഫ്രീസ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ടെലിഗ്രാം ബോട്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ആപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ആപ്പോ സൈറ്റോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ടെലിഗ്രാം ബോട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെലിഗ്രാമിലേക്ക് പോകാം. ഓക്കെ, ടെലിഗ്രാം ഓപ്പൺ ചെയ്ത ശേഷം ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ബോട്ട് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. AI ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ബോട്ട് എന്നാണ് ആ ബോട്ടിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആ ബോട്ടിനെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാലറിയിൽ നിന്ന് നമ്മളെടുത്ത സ്ക്രീൻഷോട്ടെല്ലാം അതിനൊന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അത് ഡോക്യുമെൻ്റായിട്ടും അല്ലാതെയും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡോക്യുമെൻ്റായിട്ട് അയച്ചത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നേരെ VNലേക്ക് വരിക. VNലേക്ക് വന്ന ശേഷം നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ ഇടയിലേക്ക് ട്രാൻസിഷൻ കൊടുക്കേണ്ട ഭാഗത്തായിട്ട് നമ്മൾ PNGs ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് വീഡിയോയുടെ PNG നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ രണ്ട് വീഡിയോയുടെ സെൻറ്ററിലായിട്ട് അത് ഡ്രാഗ് ചെയ്തിടണം. കട്ട് വരുന്നതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ PNG നിൽക്കണം. അതിനുശേഷം അത് എക്സസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഇനി നമ്മൾ ആ PNG കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ PNG സൂമായി ആ വീഡിയോയ്ക്ക് അനുസരിച്ചൊന്ന് ഫില്ലായി വരും. ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആ വീഡിയോയുമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, എൻ്റെ ഇവിടെ ഓക്കെയാണ്. ഇനി അടുത്ത വീഡിയോയിലും അതുപോലെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കട്ട് ചെയ്തെടുത്ത PNGs ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ PNGs എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FX ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് താഴെ FX എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് PNGയിലേക്ക് വരിക. PNGയിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ FX ഉണ്ട്. FX ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാൻ പറ്റും ഒരുപാട് FX ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എഫക്ട്സാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കണ്ടു നോക്കാം.
കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാ പി എൻ ജിക്കും നിങ്ങളൊരു എഫക്ട്സ് കൊടുക്കുക. അടുത്ത പി എൻ ജി ഇതുപോലെ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്ട്സ് കൊടുക്കുക. ഓക്കെ, എഫക്ട്സ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കളർ ഗ്രേഡിംഗ് കൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ എലിറ്റ് മോഷൻ ഉപയോഗിച്ചാണ് ഈ വീഡിയോ കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞ ശേഷം നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ എല്ലാ പി എൻ ജിക്കും എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.